ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കൗൺസിലിങ്ങിൽ വന്ന ഒരുപാട് ആളുകൾ, മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, ആദ്യം ഞാൻ വിചാരിച്ചത് ഫീമെയിലിന് മാത്രമാണ്, പക്ഷെ ഇപ്പോൾ രണ്ട് പേർക്കും അത് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വയറിൻ്റെ ഭാഗത്ത് വല്ലാത്തൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുകയാണ്. എന്നിട്ട് സാധനം ഇങ്ങനെ കയറി വരും. അത് വന്നിട്ട് നെഞ്ചിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കും. ഓക്കെ. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഇതേപോലെ ഈ തൊണ്ടയുടെ ഭാഗത്തൊരു സാധനം ഇങ്ങനെ കുടുങ്ങി നിൽക്കുക. അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. മാത്രമല്ല കൈക്കും കാലിനൊക്കെ ഒരു തരിപ്പ് വരിക. ചിലപ്പം വല്ലാത്ത തളർന്നു പോകുന്ന ഒരു ഫീലിങ്ങിലേക്ക് അവരെത്തും. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പാനിക്കിൻ്റെ ഒരു സിംറ്റംസും കൂടെയാണ്. അപ്പോൾ അവരോട് പറയണത്, ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ട്, മെഡിസിൻസ് കുടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പല ആളുകളും ഉണ്ട്. അവരൊക്കെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു സംഭവമാണ് സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്തേക്ക് വരുന്ന ഈ ആളുകൾ ഞങ്ങൾ ചെയ്യാറുള്ളത്, നന്നായിട്ടൊന്ന് കിടത്തി കഴിഞ്ഞിട്ട് അവരുടെ ഇൻസിഡൻറ്റുകൾ, അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ സംഭവങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സംഭവങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നമ്മളൊന്ന് എന്ത് ചെയ്യും, തെറാപ്യൂട്ടിക് സെഷൻ്റെ സമയത്ത് കംപ്ലീറ്റ് അതിങ്ങനെ പറയും. അത് പറയുന്ന സമയത്ത് തന്നെ ഈ ആളുടെ ഉള്ളിൽ നിന്ന് ഇമോഷൻസും ഫീലിംഗ് ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങും. അങ്ങനെ ആ ഇമോഷൻസും ഫീലിംഗ് ഒക്കെ അവരുടെ ആ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ്ലി നമ്മൾ ടെർമിനേറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ ഈ സംഭവം കംപ്ലീറ്റ്ലി ക്യൂവേർഡ് ആവുള്ളൂ. അങ്ങനെ നമുക്ക് ഒരുപാട് ആളുകൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ വെറുതെ കൗൺസിലിങ്ങിന് വേണ്ടി കുറേ സംസാരിച്ചത് കൊണ്ട് മാത്രം അത് മാറൂല. അതേ സമയത്ത് അവരെ കിടത്തിയിട്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് കംപ്ലീറ്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയണം. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ടെർമിനേറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോഴേ അത് കംപ്ലീറ്റ്ലി ക്യൂവേർഡ് ആവുള്ളൂ.